അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബുഷി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അതാ ഷാമിൽ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുപോകുന്നു. അത് എമർജൻസിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഡോക്ടേഴ്സും സിസ്റ്റേഴ്സുമെല്ലാം അത് അദ്ദേഹത്തിൻ്റെ പുറകെ അദ്ദേഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഷാമിൽ അസ്വസ്ഥനായി പുറത്തു നിൽക്കുന്നു. സിസ്റ്റർ, എന്തായി? പറയാം കേട്ടോ, ഇരിക്കൂ, വെയിറ്റ്. എന്നാൽ ഷാമിലിന് വല്ലാത്തൊരവസ്ഥ. എന്നാൽ അളിയനും, ഷാമിൽ നീ വിഷമിക്കല്ലേ, അത് ഒക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ലാ. അത് ഉപ്പാക്കങ്ങനെ ഇല്ല, ഉപ്പാക്കൊന്നും ഉണ്ടായിട്ടില്ല. ഉപ്പ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഉപ്പാക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. എന്തായിരുന്നു ഉപ്പാക്കുണ്ടായിരുന്നത്? ഒന്നുമല്ല, ഉപ്പയുടെ ആദ്യ ഭാര്യ എളാമ സുലൈഖളാമ വന്നതും ഉപ്പയെ ഉപദ്രവിക്കുന്നതും അങ്ങനെ എന്തൊക്കെ കണ്ടു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്നോട് പറഞ്ഞു, ഉപ്പ ആകെ അസ്വസ്ഥനായിരുന്നു. എന്തോ അറിയില്ല, ഇനി അതിനെക്കുറിച്ച് മറ്റു വല്ല രീതിയിൽ വല്ല സ്വപ്നങ്ങൾ എന്തെങ്കിലും കണ്ടോ അറിയുന്നില്ല. ആകെപ്പാട് ടെൻഷനിലാണ്. ഓ അങ്ങനല്ലേ. അതല്ല, അവരുടെ സ്ഥിതി എന്താ ഇപ്പോൾ? അറിയില്ല. അവർ ആ അറബി വീട്ടിൽ നിന്ന് മിക്കവാറും ചാടിപ്പോരും എന്നൊക്കെ അന്ന് അറബിയമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്തായാലും അറിയില്ല. ഇനി വീട്ടിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. വന്നാൽ ആകെ പെട്ടു. ഉപ്പാൻ്റെ സ്ഥിതിഗതികൾ അങ്ങനെയാണ്. എന്നാൽ ഈ സമയം അതാ ഉപ്പയുടെ കാര്യത്തിൽ ഡോക്ടേഴ്സ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് നമ്മുടെ സിനാൻ ഡോക്ടർ അവർ വിളിക്കുന്നത്. സിനാൻ ഡോക്ടർ ഉപ്പയെ വിശദമായി പരിശോധിച്ചു. ഉപ്പ എങ്ങനെയുണ്ട്? ഉപ്പ എന്തു പറ്റി? കാര്യമായിട്ട് അസുഖമൊന്നും കാണുന്നില്ല, പക്ഷെ ടെൻഷൻ കൂടിയതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. വേറൊന്നും, എല്ലാ കാര്യങ്ങളും സ്കാനിങ്ങും എല്ലാം അപ്പോൾ തന്നെ എടുത്തു. പക്ഷേ അതിൽ ബ്ലോക്കിൻ്റെതായിട്ടൊന്നും ഒന്നും കാണുന്നില്ല. എല്ലാ ഡോക്ടേഴ്സും പരിശോധിച്ചു, ഒന്നും കാണുന്നില്ല. അവസാനം ഡോക്ടർ സിനാനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞത് അതൊന്നുമല്ല, എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിലൊരു ആദിയുണ്ട്. ഈ ആദി കൂടി ടെൻഷനായതാണ് കാര്യം, മറ്റൊന്നുമല്ല. എന്നാൽ സിനാൻ അത് നേരെ ഉപ്പയുടെ അടുക്കലേക്കിരുന്ന്, അല്ല ഉപ്പ, എന്തു പറ്റി? അത് ഒന്നുമില്ല. ഉപ്പ എന്താ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ. ഉപ്പയുടെ കൂടെ ആരോ ഒന്ന് വിളിക്കോ? അപ്പോൾ തന്നെ സിസ്റ്റർ അതാ വിളിക്കുന്നു ഷാമിലിനെ. ഉപ്പയുടെ കാര്യം, അതെ, ഡോക്ടർ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ നമ്മുടെ ഷാമിൽ നേരെ സിനാൻ ഡോക്ടറുടെ അരികിലേക്ക്. ഉപ്പയുടെ കാര്യം എന്താന്ന് വെച്ചാൽ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും സ്കാനിങ് റിപ്പോർട്ടിലൊന്നും കാണുന്നില്ല. ഉപ്പക്ക് കാര്യമായിട്ട് നല്ല ടെൻഷനുണ്ടല്ലോ. ടെൻഷൻ കൂടിയതാണ് കാരണം. എന്തെങ്കിലും പ്രോബ്ലംസ് വീട്ടിലുണ്ടോ? ഉമ്മയുടെ ഉമ്മയെ വിളിക്കൂ. ഒരു നിമിഷം അതാ ഷാമിൽ ഞെട്ടിപ്പോയി. ഉമ്മ വീട്ടിലാണ്. അതെ, ഉമ്മയില്ല, അല്ലെങ്കിൽ ഉപ്പയുടെ ഭാര്യ ഉപ്പയെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് കരുതി സിനാൻ അത് മറച്ചു വെച്ചു. ആ ഉമ്മയെ ഒന്ന് വിളിക്കൂട്ടോ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വൈഫ് കൂടുതൽ തൊട്ടടുത്തുണ്ടാകുമ്പോഴാണ് എപ്പോഴും നല്ലത്. മോനെ, അവർ വിളിക്കൂട്ടോ. വീട്ടിലാണ്. ഓക്കെ എന്നാൽ ശരി. പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഉമ്മയെ കൂടെ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ശരിക്കും സിനാൻ ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ട ഷാമിൽ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നായിപ്പോയി. കാര്യം മറ്റൊന്നുമല്ല, പഠിച്ചോനെ പറയാൻ പറഞ്ഞും ചെയ്തു, ഉമ്മ മരിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഉപ്പയുടെ ജീവിതത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ ഷാമിൽ ആകെ ധർമ്മസങ്കടത്തിലായി. എന്തു പറ്റി? പിന്നെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പേഷ്യൻറ്റിന് ടെൻഷൻ കയറിയതാണ്. ടെൻഷൻ കയറി നെഞ്ചുവേദന കൂടിയതാണ്. ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പുള്ളിക്ക്, അതായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉപ്പയെ ടെൻഷനാകാതെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഉമ്മയെ കൊണ്ടുവരാമായിരുന്നു. ഉമ്മയെ കൊണ്ടുവരുന്നതെങ്കിൽ ഉമ്മയോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഒരിക്കലും ഉപ്പയെ ഒറ്റയ്ക്ക് കിടത്തരുത് കേട്ടോ. ഉപ്പയും ഉമ്മയും വേറിട്ടാണ് കിടക്കാറുള്ളത്. അത് എന്താ പറഞ്ഞോളൂ. കാരണം പഴയ തലമുറയിലെ ആളുകൾ മിക്കവാറും അങ്ങനെ തന്നെ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും വേറിട്ടാണ് അവർ കിടക്കാറുള്ളത്. അവർ പിന്നെ ഒരുമിച്ച് കിടക്കില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർ ഒരുമിച്ച് തന്നെ കിടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ പല ആളുകളും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഉമ്മയും ഉപ്പയും വേറിട്ട് കിടക്കുക. ഒരു പരിധി കഴിഞ്ഞാൽ മക്കൾ കാണും, പേരക്കുട്ടികൾ കാണും.
എന്നൊക്കെ വിചാരിച്ച് തമ്മിൽ വേർപെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപ്പ ഒറ്റ തനിച്ചായിരുന്നു കിടന്നിരുന്നത്? അതെ. ബെസ്റ്റ്. അപ്പോൾ നാളെ വരുമ്പോൾ, നാളെ അല്ല ഇന്ന് തന്നെ അഡ്മിറ്റ് ആക്കാണ്. വരുമ്പോൾ ഉമ്മാനെ കൂട്ടി വാട്ടോ. ഓക്കെ. ബുഷ്ര പ്ലീസ് ട്രിപ്പ്. ഉപ്പക്ക് ട്രിപ്പ് ഇടുവാൻ വേണ്ടിയിട്ട് ബുഷിയെ അതാ വിളിക്കുന്നു. എന്നാൽ ഷാമിൽ അത് ശ്രദ്ധിച്ചില്ല. ബുഷ്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനൊരിക്കലും വിചാരിച്ചതുമില്ല അതൊരിക്കലും ബുഷിയായിരിക്കുമെന്ന്. എന്നാൽ അതാ ഉപ്പയുടെ കൈകളിലായിട്ട് ഗ്ലൂക്കോസ് കയറ്റുവാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നു. എന്നാൽ ഷാമിൽ സിസ്റ്ററുടെ മുഖത്തേക്കൊന്നും നോക്കിയില്ല. അവൻ അവിടെ നിന്ന് മാറി നിന്നു. സിസ്റ്റർ അതെല്ലാം ചെയ്തു. ഉപ്പ ഓക്കെ അല്ലേ? പെയിനില്ലല്ലോ? ഇല്ല മോളെ. ഓക്കെ കേട്ടോ. ഇത് അങ്ങോട്ട് കയറുന്നില്ലല്ലോ, എന്ത് പറ്റി? അപ്പോൾ തന്നെ അവളത് വീണ്ടും ഒന്നുകൂടെ ഞരമ്പ് കിട്ടാനിട്ട് ഒന്നുകൂടെ വിരൽ കൊണ്ട് പതുക്കെ അടിച്ച് റെഡിയാക്കി ഞരമ്പ് കിട്ടി കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഓക്കെയാണോ? മോളെ. വേദനയില്ലല്ലോ? ഇല്ല. ഓക്കെ ഇപ്പോൾ വരട്ടോ. അങ്ങനെ അത് ബുഷി അവിടെ നിന്നും പോയി. ഷാമിൽ അപ്പോഴേക്കും അതാ ആ റൂമിലേക്ക് വന്നു. മോനെ, ആ കുട്ടി കുത്തിയിട്ട് വേദന അറിഞ്ഞില്ല മോനെ. ചിലവരും കണ്ട് കുത്തി കയറ്റുമ്പോഴേ വല്ലാതെ തഞ്ചാരം പിടിച്ചു, പിന്നെ നമുക്കൊന്നിനും കഴിയൂല. ഏതായാലും ആ കുട്ടി ഇങ്ങനെ സൂചി വെച്ചിട്ടൊന്നും ഒന്നും വേദനയും കാര്യമൊന്നും അറിഞ്ഞില്ല. ഏതായാലും ഉപ്പ അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. പിന്നെ മോനെ, ആ കുട്ടി കുത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു മോനെൻ്റെ മനസ്സ് നിറഞ്ഞു. എന്തുപ്പാ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഇഞ്ചക്ഷൻ വെച്ചത്. ഇഞ്ചക്ഷന് ആ ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയുള്ള ആ സാധനം വെച്ചത്. സത്യം ഉപ്പാ, മാഷാ അല്ലാ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ വേദന ഒന്നും അറിഞ്ഞില്ല. അതൊക്കെ കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ്. ഉപ്പാ എങ്ങനെയുണ്ട്? ഉപ്പാ, ഡോക്ടർ ചോദിച്ചത് കേട്ടോ. ഉപ്പാക്ക് ഭാര്യയുണ്ടോ? ഭാര്യനെ കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉപ്പ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചു. മോൻ എന്ത് പറഞ്ഞു? മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മോനെ. ഉപ്പാ, മരിച്ചു പോകാത്തവരുണ്ടല്ലോ മോനെ. അവളെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. ഇനി ഒരിക്കലും അവള് വേണ്ട, കഴിയൂല മോനെ. ഒരുപാട് കഷ്ടപ്പെടുത്തിയിരിക്കണ്. ഉപ്പ, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞല്ലേ മറ്റൊരു കാര്യത്തെക്കുറിച്ച്. മോനെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നോക്കി മടുത്തു എന്നാണോ? അല്ലുപ്പ, ഒരിക്കലും അങ്ങനല്ല. ഡോക്ടർ പറയുന്നത് ഉപ്പയുടെ കൂടെ കിടക്കാൻ ഒരാൾ വേണം രാത്രിയിലും. ഉപ്പയെ ഒരിക്കലും ഒറ്റയ്ക്ക് റൂമിൽ കിടത്തരുത്, കൂടെ നിങ്ങൾ ആരെങ്കിലും കിടക്കണം എന്നൊക്കെയാണ്. ഉപ്പ, ഞാനിപ്പോൾ അടുത്ത് പോവും. പിന്നെ അവിടെയുള്ള ആ ഉമ്മയെ ഉപ്പാനെ കൊണ്ട്, എൻ്റെ പൊന്നു മോനെ, അതിനെക്കുറിച്ചൊന്നും ഇപ്പം എൻ്റെ കുട്ടി പറയല്ലേ. എന്നാൽ ഒരിക്കൽ പോലും ഉപ്പ അറിഞ്ഞില്ല അത് മാജിദയാണ് എന്നുള്ളത്. അത് മാജിദ ഒരിക്കൽ പോലും പറയുവാൻ ഇഷ്ടപ്പെട്ടതുമില്ല. എന്നാൽ അതാ അപ്പോൾ തന്നെ ഷാമിലിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. അല്ലോ, മാജിയുമ്മ. ഹലോ. മോനെ, എന്തായടാ? സമാധാനമില്ല മോനെ, എന്തായി? ഉമ്മ, കുഴപ്പമൊന്നുമില്ല. അത് ടെൻഷനായതാണെന്നാണ് പറഞ്ഞത്. ഉമ്മ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വരുമോ? ഉമ്മയും ഉത്താത്തയും കൂടെ പോന്നോളി. കാരണം ഒന്നുമല്ല, ഒരു പക്ഷേ നിങ്ങളെ കണ്ടാൽ. മോനെ, അതിന് ഞാനാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. അറിയണ്ട. അറിയാത്ത രീതിയിൽ നിങ്ങൾ ഉപ്പയെ നോക്കിയ ആളായിരുന്നല്ലോ ആ സ്ഥാപനത്തിൽ നിന്ന്. ആ രീതിയിൽ വന്നാൽ മതി. നമ്മുടെ വീട്ടു വീട്ടിൽ നിൽക്കുന്ന ഉമ്മയാണെന്നുള്ള പേരിൽ നിങ്ങൾ വരണ്ട. അതറിയണ്ട. നിങ്ങൾ ഇതുവഴി വന്നപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ വന്ന് നോക്കി, അങ്ങനെ പറഞ്ഞാൽ മതി മോനെ കേട്ടോ. ആയിക്കോട്ടെ മോനെ, എന്നാൽ മറ്റൊന്നും പറയണ്ട കേട്ടോ. മോളെ, കുഞ്ഞോളെ. ഉമ്മ, ഉപ്പാക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ടെൻഷനായതാന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. അങ്ങനെ അതാ അവർ രണ്ടുപേരും മക്കളെയും കൂട്ടി ഓട്ടോ വിളിച്ച് പോരുന്നു ഹോസ്പിറ്റലിലേക്ക്. അവർ പുറത്തു നിന്നു ഷാമിലിനെ വിളിച്ചു. ഷാമിലും അളിയനും ഓടിയെത്തി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി ടെൻഷനാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉമ്മയെ ചോദിച്ചു. എന്നാൽ ഈ സമയം കുഞ്ഞോൾ പറഞ്ഞു, എടാ ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല.
ഇക്ക നിങ്ങൾ കുട്ടികളെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളി. എന്നാൽ ഷാമിൽ പാല് കുടിക്കുന്ന ഈ കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ എത്താ നിങ്ങളിവിടെ നിൽക്കുക? അത് സാരല്ല, ഞാൻ നിന്നോണ്ട്. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളി. ഞാനും ഉമ്മയും ഇവിടെ നിന്നോളാം, അതായിരിക്കും നല്ലത് കേട്ടോ. എടാ, നമ്മളെ ഉപ്പാൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ പാവാണ്. കാരണം ഉപ്പാനെ ഇനിയും വിഷമിച്ചാൽ സാരല്ല കുഞ്ഞോളെ, കുട്ടികളെയും കൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇത് ഹോസ്പിറ്റലാണ്, നിങ്ങൾ പോയിക്കോളി. എന്നാൽ ഈ സമയം അതാ ഉപ്പയുടെ അരികിലേക്ക് ഉപ്പ ഒരു മെഡിസിൻസ് ഉണ്ട് കേട്ടോ. വന്നത് മറ്റാരുമല്ല, അതെ നമ്മുടെ ബുഷി തന്നെയായിരുന്നു. എന്നാൽ ഷാമിൽ അപ്പോഴും അവളെ കണ്ടില്ല. ഉപ്പയുമായി അവൾ നല്ല രീതിയിൽ ഇടപഴകി. ഉപ്പയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കുട്ടിയെ, എൻ്റെ വീട്ടിൽ എനിക്കൊരു മോനുണ്ട്, ബാക്കി 3 പെണ്ണാണ്. മൂത്തോളെ കല്യാണം കഴിച്ച് മക്കളുണ്ട്, 4-5 മക്കളുണ്ട്. മാഷാ അല്ലാ. പിന്നെ ചെറിയേറ്റങ്ങളാണ് പെൺകുട്ടികൾ. മോനെന്ത് ചെയ്യുന്നു? മോനെ കണ്ടില്ല, ഇവിടെ ഗൾഫിലാണോ? അല്ല, എൻ്റെ കുട്ടി ഗൾഫിലായിരുന്നു, ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് അസുഖമൊക്കെ വന്നത്. എൻ്റെ കുട്ടിയുടെ പുറത്തുണ്ട്. ഞാൻ വിളിക്കണോ? വേണ്ടപ്പ, ഞാൻ ചോദിച്ചെന്ന് മാത്രം. എന്നാൽ അതിനിടയിലൂടെ അതാ ഉപ്പക്കുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും അവൾ നൽകി. പക്ഷെ അതൊന്നും ഉപ്പ അറിഞ്ഞില്ല. അല്ല കുട്ടിയെ, ഇജ്ജ് സൂചി നമ്മളെ വെച്ചാ? ഉപ്പ, അതൊക്കെ എപ്പോൾ വെച്ച് കഴിഞ്ഞേ? കുട്ടിയെ, വേദന നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. ഉപ്പ, അതിനല്ലേ സംസാരിക്കുന്നത്? സിസ്റ്റർമാർ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം പേഷ്യൻറ്റിനെ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. മോളെ, ശരിക്കും ആ പിതാവിന് ബുഷിയെ ഒത്തിരി അങ്ങ് ഇഷ്ടമായി. ശരിക്കും എനിക്കൊരു പൊന്നുമോൾ കൂടി ഉള്ളതുപോലെ പിതാവിന് തോന്നി. മോളെ, എന്നാൽ മോള് തന്നെ എന്നെ ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ വന്നാൽ മതി കേട്ടോ. ഉപ്പ, ഇതാ ഈ ഒരു മെഡിസിൻ കുടിക്കാണ്ടല്ലോ, ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അത് ആ ഉപ്പയുടെ വായിലേക്ക് ഇട്ടെടുത്ത് അവൾ തന്നെ വെള്ളം കൊടുത്തു. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പരിചരിക്കൽ. ആ ഉപ്പാക്ക് വല്ലാത്ത സ്നേഹം. മോനോട് പറയണം, ഷാമിലിനോട്, ഈ കാര്യത്തെക്കുറിച്ച്. അല്ല കുട്ടിയെ, കുട്ടിൻ്റെ പേരെന്താ? ഉപ്പ ചോദിച്ചു. എൻ്റെ പേര് ബുഷറ. അത് ശരി. ഇവിടെ ഇപ്പോൾ കുറേ ആയോ? ഇല്ല, ഇപ്പോൾ ജോയിൻ ആയിട്ടേ ഉള്ളൂ. അത് ശരി. എനിക്കും ഉണ്ടൊരു മോനെ. ഓന് പെണ്ണൊന്നും കെട്ടിയിട്ടില്ല. ഓനെ പറ്റിയ കുട്ടികളങ്ങനെ തേടി കണ്ടുപിടിച്ച് നിൽക്കുകയാണ് ഞാൻ. ഒന്നും കൂടെ ശരിയായിട്ടില്ല. ഉപ്പ, ഞാൻ വിവാഹിതയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെയായി. മോളെ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ അറിയാതെ കുട്ടിൻ്റെ സ്വഭാവം കാട്ടിക്കൂട്ടലെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. സ്വന്തം മോളെപ്പോലെ അങ്ങ് തോന്നി. ആ ഉപ്പയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. മോളെ ക്ഷമിക്കണം കേട്ടോ, അറിയാതെ. അതിനെന്തു ഉപ്പ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഉപ്പയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. ഉപ്പയുടെ മനസ്സിൽ എന്തൊക്കെയൊരു ചിന്തകൾ വന്നു പോയി. അപ്പോഴേക്കും അത് മറ്റൊന്നുമല്ലായിരുന്നു. ഇഞ്ചക്ഷനും മെഡിസിൻസും എല്ലാം നൽകി അവൾ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷാമിൽ അകത്തേക്ക് കയറി. മോനെ, ഉപ്പാൻ്റെ കുട്ടി, ഒന്നും വിചാരിക്കരുത്. ഒരു സിസ്റ്ററിനെ കണ്ടപ്പോഴേ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം. എനിക്ക് സ്വന്തം മോളെ പോലെ തോന്നി. പക്ഷേ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കണം മോനെ. ശരിക്കും ഷാമിൽ, ഉപ്പ നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ. കല്യാണം കഴിഞ്ഞവരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവർ, അല്ല മോനെ, ഞാൻ പറഞ്ഞു എനിക്കൊരു മോനുണ്ട് കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞു. എന്നാൽ ആ കുട്ടി പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. പിന്നെയാണ് ആ കുട്ടി പറഞ്ഞതിനോട് ഞാൻ മാരീഡാണെന്നുള്ളത്. ഞാൻ ആകപ്പാടെ, എൻ്റെ പൊന്നുപ്പ പ്ലീസ്, ഉപ്പ എന്തൊക്കെയാണ് പറയുന്നത്? അല്ലേ, എൻ്റെ കുട്ടിക്ക് പറ്റിയൊരു പെണ്ണെന്നെ. എന്താണുണ്ടോ മൊഞ്ചെന്നോ? മൊഞ്ച് മാത്രമല്ലേ, ഓളെ സംസാരവും ഓളെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് അറിയണില്ല. അത്രക്കും ആ കുട്ടി വേദന ഇല്ലാത്ത രീതിയിലാണ് ഒക്കെ. സത്യം ഉപ്പ, എൻ്റെ പൊന്നുപ്പ, ഉപ്പാൻ്റെ വേദന അസുഖമൊക്കെ മാറിക്കോളും കേട്ടോ. പിന്നെ ഉപ്പാനെ നോക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആളോ? എന്ത്? അല്ലേ, നമ്മളെ വീട്ടിലത്തെ ഉമ്മാക്ക് ഉപ്പാനെ കാണുന്നൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഒരാൾ ഉപ്പാനെ കാണാൻ വന്നിട്ടുണ്ട്. നോക്കാനല്ല, കാണാൻ വന്നിട്ടുണ്ട്. ആരാ? എന്നാൽ ആ നിമിഷം തന്നെ അതാ മാജിയുമ്മയെ വിളിക്കുന്നു. മാജിയുമ്മ അകത്തേക്ക് കയറി. അതെ, അന്ന് അവർ ഉപ്പയുടെ
മുന്നിൽ മുഖം കാണിച്ചു. ആ അല്ലാ, ആരിത്? പഠിച്ചോനെ, ഇന്നെ നോക്കിയ ആളാണല്ലേ വന്നിക്കണത്. അല്ല, ഞാനിവിടെ ആശുപത്രിയിലുള്ളത് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, മോൻ പറഞ്ഞു. ആ, അത് ശരി. എന്തൊക്കെ പിന്നെ വർത്താനം? ഇരിക്കി. അല്ല, അങ്ങ് നീച്ച് നിൽക്കാതെ ഇരിക്കി. അല്ല, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല, ഇങ്ങക്ക് എന്തൊക്കെ ഞാൻ ചെയ്തു തരേണ്ടത്? എൻ്റെ പൊന്നു മോളെ, ഞാൻ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ വിചാരിക്കും. കാരണം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്നെ പഴയ രീതിയിലാക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളോടൊന്ന് എത്ര നന്ദി പറഞ്ഞാലും. മോനെ ഷാമിലേ, ഓൾക്ക് ചായ വെള്ളം എന്താ വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കടാ. ആ ഉപ്പ. വേണ്ടട്ടോ, അതൊന്നും വേണ്ട. അപ്പോഴേക്കും കുഞ്ഞോളും വന്നു. ഉപ്പ, ഞാൻ ഇവിടെ നിൽക്കണോ ഉപ്പ? വേണ്ട പൊന്നു മോളെ, കുട്ടികളായിട്ട് പോയിക്കോ. ഇതിപ്പോൾ 1-2 ദിവസം കൊണ്ട് മാറൂലേ? അല്ല ഇക്ക, അങ്ങക്ക് എന്താ പറ്റിയത്? സ്നേഹത്തോടെ മാജിത്ത പറഞ്ഞു. ഒന്നുമില്ല, മനസ്സിനുള്ളിക്കൊരു ടെൻഷൻ അങ്ങനെ വന്നു. ഓ, അത് ശരി. നിങ്ങൾ ടെൻഷൻ ആവില്ല കേട്ടോ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. പിന്നെ എന്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യം? അല്ലടി, ഒന്നുമില്ല. പിന്നെ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്തൊക്കെയോ ഒരു ഇടങ്ങാറ് മനസ്സിക്ക് ഇങ്ങനെ വന്നപ്പോഴേ. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഷാമിലുണ്ട്, ഞാനുണ്ട്, പിന്നെ നിങ്ങൾ വീട്ടിലാരും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരും ഉണ്ട്. അതൊക്കെ ശരിയാണ്. വീട്ടിലത്തെ പെമ്പറന്നോളെ കുറിച്ച് പറയാനെങ്കിൽ നല്ലൊരു പെമ്പറന്നോൾ തന്നെയാണത്. പക്ഷെ എൻ്റെ മുന്നിക്കോള് വരൂല. എൻ്റെ മുന്നിക്ക് വരൂല, എന്നോട് മുണ്ടും പറയുന്നില്ല. ഒക്കെ എൻ്റെത് ചെയ്തു തരും, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. പക്ഷെ എൻ്റെ മുന്നിക്കോള് വരൂല. വലിയ നാടിയ നല്ല പെമ്പറന്നോളാണ് ഓള്. ഞാൻ അങ്ങനെ വിചാരിക്കും, ഓളെ ചില കാര്യങ്ങളൊക്കെ കണ്ട് കാണുമ്പോഴേ എനിക്കിങ്ങനെ തോന്നും, എൻ്റെ മാര്യം കണ്ട് തോന്നും, ജിന്നെങ്ങനെ സഹായിച്ച പോലെയൊക്കെ കണ്ട് തോന്നും എനിക്ക്. എന്നാൽ ഒരിക്കൽ പോലും ഉപ്പ അറിഞ്ഞില്ല അത് ആ വീട്ടിലുള്ള വേലക്കാരി തന്നെയാണ് മാജിദ എന്നുള്ളത്. എന്നാൽ ഷാമിൽ പെട്ടെന്ന് ആ ഉമ്മയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അതെ ഇത്ത, ഞങ്ങളെ വീട്ടിലൊരു ഉമ്മയുണ്ട്, നല്ല ഉപ്പാക്ക് പറ്റിയതാണ്. ഉപ്പാക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കല്യാണം നടത്തി കൊടുക്കാമെന്നാണ് ഞങ്ങളെ പ്ലാനിങ്. പക്ഷെ ഉപ്പാക്കും വലിയൊരിതില്ല. അപ്പോൾ പിന്നെ അവർക്കും വലിയൊരു ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക്. അത് കേട്ടപ്പോൾ ശരിക്കും മാജിദ മൗനം പാലിച്ചു. അതെ, കള്ളിയെല്ലാം പുറത്താകുമോ എന്ന് വരെ തോന്നിപ്പോയി. ഷാമിൻ്റെ മുഖത്ത് നോക്കി വെറുതെ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അത് ഇഷ്ടമുണ്ടെങ്കിലും മതി എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞ കാര്യം അതാ ഉപ്പ പറയുന്നു. ഡോക്ടർ പറഞ്ഞ എന്താണെന്നോ, ഉമ്മയുണ്ടെങ്കിൽ ഉമ്മയെ തന്നെ കൂടെ നിൽപ്പിക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഉപ്പാക്ക് ഇനിയും ടെൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ടെൻഷൻ ഇട കൊടുക്കരുത്. ഉപ്പാൻ്റെ കൂടെ പരിചരിക്കാനും ഉപ്പയുടെ കൂടെ എപ്പോഴും നിൽക്കാനും ഒരാൾ വേണം, അതാണ് പറഞ്ഞത്. അതിപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. ഞങ്ങളമ്മ മരണപ്പെട്ടു പോയി, പിന്നെയുള്ള ഇളാമ അവർ ചാടിപ്പോവുകയും ചെയ്തു. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ മാജിദക്ക് വല്ലാത്ത ടെൻഷനായി. പലതവണ ഷാമിൽ എന്നോട് പറഞ്ഞതാണ് ഈ ഒരു കാര്യം. പക്ഷേ അവർ മനമില്ലാ മനസ്സോടുകൂടെ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഡോക്ടർ വരുന്നു പരിശോധിക്കുവാൻ വേണ്ടിയിട്ട്. ഡോക്ടർ സിനാനായിരുന്നു വന്നിരുന്നത്. പിറകിലായിക്കൊണ്ട് 2 സിസ്റ്റർമാരും. ഉപ്പ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് സിനാൻ ഡോക്ടർ അതാ കടന്നു വരുന്നു. അതിനിടയിൽ ബുഷിയോട് എന്തോ അയാൾ പറയുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴും ഷാമിൽ അത് ശ്രദ്ധിച്ചില്ല. സിസ്റ്റർമാർ അവരുടെ ഡ്യൂട്ടികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിനിടയിൽ സിനാൻ ബുഷിയോട് എന്തോ പറഞ്ഞുകൊണ്ട് അവളെ തൊട്ടുരുമ്മി അങ്ങ് പോയി. ഒരു നിമിഷം ഷാമിൽ അത് ശ്രദ്ധിച്ചു. സിസ്റ്റർമാരെ ഇങ്ങനെയൊക്കെ ഡോക്ടർ തൊട്ടുരുമ്മി പോവോ എന്നുള്ളത്. ഒരു നിമിഷം അവനക്കത് വല്ലാത്തൊരു, ഇനി ഒരു പക്ഷേ ഡോക്ടർ ഭാര്യയായിരിക്കോ എന്തോ അറിയില്ല. ശരിക്കും അതാ ബുഷിയെ അയാൾ എന്തോ പറയുന്നതും കൽപ്പിക്കുന്നതും കണ്ടു. ഇനി മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും ആയിരിക്കും. എന്നാൽ തിരിഞ്ഞു പോകുമ്പോഴാണ് അത് കണ്ടത്. ഉപ്പ പറഞ്ഞ ആ പെണ്ണ് ഇതായിരിക്കോ, ആ സിസ്റ്റർ ഇതായിരിക്കോ? പക്ഷേ അതയാളുടെ ഭാര്യയായിരിക്കും. അല്ലാതെ ഇപ്പം ഇങ്ങനെ തൊട്ടുരുമ്മി പോകാനൊക്കെ കഴിയുമോ? എനിക്കറിയുന്നില്ല. മോനെ എന്താടാ? ഉപ്പ ഒന്നുമില്ല. ഉപ്പ പറഞ്ഞ ആ സിസ്റ്റർ അതാണോ? ആ അതന്നെ, ഇപ്പോൾ ഡോക്ടർ കൂടെ വന്ന് ഹോൾ തന്നെയാണ്, പിഴച്ചു. എന്നാൽ അവർ ചോദിച്ചു, മാജിയുമ്മ, അല്ല മോനെ, എന്താണ് കല്യാണക്കാരിട്ടാണോ?
സിസ്റ്റർമാരൊക്കെ കല്യാണം കഴിച്ചാൽ ഒഴിവുണ്ടാവില്ല കേട്ടോ മോനെ. അല്ല, അത് ഉപ്പ വെറുതെ ചോദിച്ചത്, പക്ഷെ അത് കല്യാണം കഴിഞ്ഞ സിസ്റ്ററാണെന്ന് പറഞ്ഞു. അങ്ങനെ അതാ അവർ എഴുതി തന്ന ആ ഒരു മെഡിസിൻ വാങ്ങുവാൻ വേണ്ടി അവൻ ഫാർമസിയിലേക്ക് പോയി. ഫാർമസിയിലേക്ക് പോകും സമയം നഴ്സിംഗ് സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് അതാ ആ ഒരു സാറ് നേരത്തെ ഉപ്പയെ നോക്കാൻ വന്ന ഡോക്ടർ ബുഷിയെ നന്നായിട്ട് ഒന്നൊഴിഞ്ഞു നോക്കുന്നു. അതെ, ബുഷി എന്തോ അവിടെ ചെയ്യുകയാണ്. അതിന് പിറകിലായി നിന്നുകൊണ്ട് അയാൾ അവൾ നല്ല രീതിയിൽ നോക്കുന്നത് ഷാമിൽ ഒരു നിമിഷം കണ്ടു. അപ്പോൾ ഈ സാറിൻ്റെ ഭാര്യ ആണോ? എന്നാൽ പെട്ടെന്ന് അതാ അവൾ തിരിഞ്ഞു നിന്നു. ആ മുഖം എവിടെയോ അങ്ങ് മിന്നിമറഞ്ഞ പോലെ അവന് തോന്നി. ശരിക്കും ഷാമിൽ ഒന്ന് ഞെട്ടി. അത് ബുഷി, എൻ്റെ ബുഷി തൊട്ടടുത്തായിട്ട്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ്, അതാണോ അവളുടെ ഹസ്ബൻഡ്? അല്ലല്ലോ, പക്ഷെ ഹസ്ബൻഡും വൈഫും പോലെയാണല്ലോ അയാളുടെ പെരുമാറ്റം. അത് അവൻ എന്തൊക്കെയോ ഒരു ചിന്താഗതി. അവന് മെഡിസിൻ പോലും വാങ്ങാൻ മറന്ന പോലെ പെട്ടെന്ന്, എക്സ്ക്യൂസ് മീ, നിങ്ങൾ മെഡിസിൻസ് വാങ്ങാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ പോവുകയാണ്. ഓക്കെ, വേഗം പോയിക്കോളും. ഞങ്ങൾ അത് മെഡിസിൻ ഇട്ട് കൊടുക്കണം ഗ്ലൂക്കോസിലേ, അതുകൊണ്ടാണ്. എന്നാൽ അവന് തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. ബുഷിയാണത്, ഉറപ്പാണ്. അതോ ബുഷിയെ പോലെ തോന്നിയോ? ബുഷിയുടെ ഹസ്ബൻഡിൻ്റെ രൂപം തികച്ചും മാറിയിട്ടുണ്ടല്ലോ. അത് ഹസ്ബൻഡ് അല്ലല്ലോ, എനിക്കറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നാൽ അവന് അവളെ ഒന്ന് കാണണം എന്ന് തോന്നി. പക്ഷേ അവളെ പിന്നീട് അവിടെ കണ്ടില്ല. മെഡിസിനും വാങ്ങിയിട്ട് നേരെ അവൻ റൂമിലേക്ക് എത്തി. ഉപ്പ, എന്താ മോനെ? എന്നാൽ അപ്പോൾ അതാ മാജിയുമ്മ ഉപ്പാക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉമ്മ, മോനെ, എന്നാൽ ഞാൻ പോട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. മോനിവിടെ. ഉമ്മ, ഉപ്പയോട് തുറന്ന് പറയട്ടെ എല്ലാം? വേണ്ട മോനെ, ഇപ്പോഴും പറയണ്ട. അതറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ നാട്ടിലൊക്കെ പാട്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഉപദ്രവിക്കും. അതുകൊണ്ട് ഇപ്പം പറയണ്ട മോനെ. എന്താ ഉമ്മ ഇങ്ങനെ മറച്ചു വെക്കുന്നത്? മോനെ, അതൊന്നും സാരമില്ല. എന്നാൽ ഈ സമയം ബുഷി ആ ഹോസ്പിറ്റലിലുണ്ട് എന്നറിഞ്ഞു. പക്ഷേ ബുഷിയുടെ കൂടെയുള്ളത് അത് ബുഷിയുടെ ഹസ്ബൻഡ് അല്ല എന്ന് തന്നെയായിരുന്നു. ആ കല്യാണ ഫോട്ടോ ഒരു നിമിഷം അവൻ്റെ ഫോണിൽ അവൻ എടുത്തു നോക്കി. ഇതല്ലല്ലോ. അതോ ഇനി കല്യാണ ഫോട്ടോയിൽ അദ്ദേഹം ഒരു താടി മീശയൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ അതോ ഇനി വടിച്ച് കളഞ്ഞതാണോ? എനിക്കറിയുന്നില്ല. ശരിക്കും ഷാമിലെ ആകപ്പാടെ കൺഫ്യൂഷനായി. എന്തായാലും അടുത്ത പ്രാവശ്യം ഡോക്ടർ വന്ന് നോക്കുമല്ലോ, അപ്പം എന്തായാലും ഒന്ന് നോക്കാം. അവൻ വരാന്തയിലൂടെ നടന്നു തൻ്റെ പ്രിയപ്പെട്ട ബുഷി എവിടെയാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട്. ഈ ഹോസ്പിറ്റലുണ്ട്, അതുറപ്പാണ്. പക്ഷേ എവിടെയാണെന്നോ എന്തോണെന്നോ അറിയില്ല. അവൻ്റെ കണ്ണുകളിൽ പ്രകാശം. അതെ, എൻ്റെ ബുഷി ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ ആ പഴയ ഇഷ്ടം മനസ്സിലേക്ക് കടന്നു വരുന്നത് പോലെ തോന്നി. ബുഷി, ഞാൻ മറന്നു തുടങ്ങിയിരുന്നടി. പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നാൻ ബുഷി. നിന്നെ ഒന്നുകൂടി കാണണം ബുഷി. അവൻ ആ വരാന്തയിലൂടെ നടന്നു ബുഷിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.